അടുത്തത് another actor from the same movie, ശ്രീ വൈശാഖ് വിജയ്. വൈശാഖ് പുതിയ പല സിനിമകളുടെ ഭാഗമാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. വൈശാഖ് the director, written and directed by God എന്ന സിനിമയുടെ ഡയറക്ടർ ശ്രീ ഫെബി ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ഫെബി ജോർജ്. I would like to call upon the producers of the movie on behalf of TJ Productions and Netturan Films banner. I would like to call Sri Thomas Jose and Sri Sanoop K. Yusuf. ഈ സിനിമയുടെ നിർമ്മാതാക്കൾ, ഈ സിനിമയുടെ PR കൂടിയായ മഞ്ജു ഗോപിനാഥനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. PR of the movie, written and directed by God. അപ്പോൾ ദൈവം ഉണ്ട്. ദൈവത്തെ ഇപ്പം നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം സണ്ണിയിൽ നിന്ന് പിന്നെ ഡയറക്റ്റിലേക്കും, അപ്പം സൈജു ഭായാണ് ദൈവത്തെ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം, സണ്ണി സംസാരിക്കട്ടെ. എങ്ങനെയാ സണ്ണി ദൈവമായിട്ട് വരുന്നത്? എങ്ങനെയുണ്ട് ഫീൽ? ഹലോ, ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ദൈവം എന്ന് പറയുന്നൊരു റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ടീമാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു വേഷം നിങ്ങളെല്ലാവരെയും നേരത്തെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒരു ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട്. സോ വി ആർ സോ ഡിലൈറ്റഡ്, വി ആർ സോ ഹാപ്പി ടു പ്രസൻറ്റ് ഞങ്ങളുടെ ടീമിനെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ ചോദിച്ചേ? അതായത് നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച്. ഇപ്പം ദൈവമായിട്ട് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? അയ്യോ, ഞാൻ ദൈവമല്ല. ദൈവമായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അത് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി, ഒരു യോഗം ഉണ്ടായി. പക്ഷേ ഇല്ല, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ബാക്കി സൈജു കുറിപ്പ് പറയും. സൈജു അടുത്ത് പറയുന്ന ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അപ്പം ഈ ദൈവത്തെ സിനിമയിൽ നിങ്ങളാണോ കാണുന്നത് ദൈവത്തെ? എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ആദ്യം ക്ഷമ ചോദിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ഫാഷൻ ഷോ കാണാൻ വേണ്ടി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മറ്റേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പടമായിട്ട് വന്നതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു. പക്ഷെ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊക്കെ അറിയേണ്ട ഇങ്ങനെ ഒരു പടം വരുന്ന കാര്യം. മെയ് 16-ാം തീയതി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ഒരു ഫാൻറ്റസി സിനിമയാണ്. അതിൻ്റെ അകത്ത് സണ്ണി വെയിൻ ആണ് ഗോഡായിട്ട് അഭിനയിക്കുന്നത്. നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് ഫാൻറ്റസി ജോണറിൽപ്പെട്ട ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്, മനുഷ്യനും ദൈവമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ പടം തന്നെയാണിത്. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുള്ളതാണല്ലോ. ദൈവത്തിനെ നമ്മളാരും കണ്ടിട്ടില്ല. ഒരു വലിയൊരു ശക്തി നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അമ്മ, അച്ഛൻ, ഇവരാരും നമുക്ക് ചെവി തരാത്ത സമയത്ത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കേട്ടോ, അപ്പോഴും നമുക്ക് ചെവി തരുന്ന ഒരാൾ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പോകുന്ന ഒരാൾ ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു, വന്നിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ പടത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ദൈവം വന്ന ഉടനെ എന്നാൽ പിന്നെ നിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോവാം. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റിയൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ദൈവം ഈ സിനിമയിൽ കഥാപാത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്.